അറിഞ്ഞോ, ട്രംപിനെ കാണുവാനില്ല. അതാണ് ഇന്നത്തെ ഈ സമയത്തെ ഏറ്റവും വലിയ വാർത്ത എന്ന് പറയുന്നത്. ട്രംപ് ഓടി ഒളിച്ചിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, മറിയ കൊറിനോ മച്ചാഡോ, ഇവർക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. ഈ നോബൽ സമ്മാനം കിട്ടാത്തതിൻ്റെ പേരിലാണ് ട്രംപ് എവിടേക്കോ ഓടിപ്പോയെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്ത് തോന്നുന്നു, ഈ നോബൽ സമ്മാനം പ്രതീക്ഷിച്ചതാണോ? ഈ നോബൽ സമ്മാനം ചിലരുടെയൊക്കെയുള്ള കവാലത്തിനുള്ള അടിയാണ്. ഒന്ന് നമ്മുടെ അസീം മുനീർ, ഷഹബാസ് ഷെരീഫ്, ഇവരൊക്കെയാണ് ട്രംപിന് നോബൽ സമ്മാനം വാങ്ങിക്കൊടുത്തേ തിരിച്ചു വരുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കുറേ ദിവസമായിട്ട് ഇവരെല്ലാം ക്യാമ്പയിനിങ് ആണ്. ഇന്നലെ ഈ നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു നോബൽ സമ്മാനം. നെതന്യാഹു അവർ പിന്നെ നാച്ചുറൽ അലൈസ് ആണല്ലോ, അതുകൊണ്ട് ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ആഗ്രഹം, ഇവർക്കൊരു നിർബന്ധമായിരുന്നു ട്രംപിന് നോബൽ സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങൾ 8 യുദ്ധങ്ങൾ 6 മാസം കൊണ്ട് നിർത്തി. ഈ യുദ്ധങ്ങളിലേക്ക് പറയുകയുള്ള ശക്തികൾ ഇവർ തന്നെ ആയിരുന്നു എന്നുള്ളത് വേറൊരു രസമാണ്. കംബോഡിയയിലെ യുദ്ധം നിർത്തി, തായ്ലാൻഡ് കംബോഡിയ ആയിട്ടുള്ള യുദ്ധം നിർത്തി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ കിട്ടിയ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് ശരിക്കുള്ള കൈകളിലോട്ടാണ്. വേണമെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിയൊക്കെ പോലും ഉപമിക്കാൻ പറ്റത്തക്ക ഒരു പേഴ്സണാലിറ്റിയാണ് ഈ മറിയ മച്ചാഡോ എന്ന് പറയുന്നത്. അവരെ രാജ്യത്ത് തന്നെ ഇപ്പോൾ ഒളിവിലാണ്. സ്വേച്ഛാധിപത്യത്തിൽ നിന്നും വെനിസുല എന്ന് പറയുന്ന രാഷ്ട്രം ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ്. സൗദിയേക്കാളും കൂടുതൽ എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഒരു ദരിദ്ര രാജ്യമാണ്. അതിന് കാരണം അവിടെ വർഷങ്ങളായിട്ട് തുടർന്നു വരുന്ന ഭരണരീതിയാണ്. അപ്പോൾ ആ സ്വേച്ഛാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ സമാധാനപരമായിട്ട് ജനാധിപത്യത്തിൻ്റെ മാർഗത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഉരുക്കു വനിത എന്നാണ്, വെനിസുലയുടെ ഉരുക്കു വനിത എന്നാണ് ഇവരറിയപ്പെടുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലേക്ക് 2-3 പ്രാവശ്യം ട്രംപ് വെനിസുലയെ ആക്രമിക്കുകയുണ്ടായി. അവർ ഡ്രഗ്സ് കടത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരുടെ പ്രദേശത്ത് കടന്നു ചെന്ന്, അവരുടെ കടൽ പ്രദേശത്ത് കടന്നു ചെന്ന് ആക്രമണം നടത്തിയിട്ടാണ് വന്നത്. അപ്പം ട്രംപിന് കിട്ടിയില്ല എന്നുള്ളതിനേക്കാളും ട്രംപിനെ വിഷമിപ്പിക്കുന്നത് ട്രംപ് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു രാജ്യത്തോട്ട് ഈ സമാധാന നോബൽ പ്രൈസ് പോയി എന്നുള്ളതാണ്. എന്തായാലും അടുത്ത 1 വർഷത്തേക്ക് കൂടി ഈ സമാധാന നോബലിനുള്ള ചർച്ച ലൈവായിട്ട് നിർത്താൻ ട്രംപ് മുന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ചാൻസ് മിസ്സായിപ്പോയി. കാര്യം ഇന്ന് ഈ ഒരു കരാർ നിലവിൽ വന്നില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതായിരിക്കാം. എന്തായാലും അടുത്ത 1 വർഷം ഈ നോബൽ പ്രൈസ് എന്നുള്ള, ഇപ്പം നേരത്തെ എക്സുമായിട്ട് പിണങ്ങിയിട്ട് പുള്ളിക്കാരൻ ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ നോബൽ പ്രൈസിനേക്കാൾ കൂടുതൽ സമ്മാന തുകയുള്ള ഒരു പ്രൈസ് വേണമെങ്കിൽ ട്രംപ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ആദ്യത്തെ പ്രൈസ് അദ്ദേഹത്തിന് തന്നെ കൊടുക്കുകയും ചെയ്യാം. ഇതാകുമ്പോഴത്തേക്ക് പിന്നെ ഇപ്പം ട്രൂത്തിൽ എന്ത് വരുന്നു എന്ന് ആരും നോക്കാറില്ല. കാര്യം അത് ട്രംപിൻ്റെ വകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അമേരിക്കയ്ക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. അതുകൊണ്ട് നോർവേയുടെ ഒന്നും പിന്തുണയുടെ ആവശ്യമില്ല. അല്ല, ഈ നോബൽ സമ്മാനം ലഭിക്കുമ്പോൾ നമ്മളറിയാമല്ലോ, സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ടാണല്ലോ. ആ സമ്മാനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെ, അതിന് അല്ലാതെ ഈ ട്രംപിനെ പോലുള്ള നിരുത്തരവാദികളായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നവർക്ക് ഈ സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ, നോബൽ സമ്മാനമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നാളെ അതൊരു വല്ലാത്ത ഇത്തവണ ഭാണ്ഡമായി മാറുന്ന അവസ്ഥ. ഇത്തവണത്തെ ഒരു മത്സരത്തിന് 244 വ്യക്തികളും 94 സംഘടനകളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു. ചിലപ്പോൾ ഞാനത് തമാശയായിട്ട് പറയുന്നതല്ല, പ്രഡിക്ഷനായിട്ട് പറയാണ്. ചിലപ്പോൾ അടുത്ത 1 വർഷത്തിനിടയ്ക്ക് ഉക്രൈൻ യുദ്ധം നിർത്താൻ, ഇപ്പോൾ ഡിസംബറിൽ നരേന്ദ്രമോദിയെ സന്ദർശിക്കാൻ പുടിൻ വരുന്നുണ്ട്. പുടിനും നരേന്ദ്രമോദി ഈ സെലൻസ്കി ലോകം മുഴുവൻ ചുറ്റി നടന്ന സ്ഥിതിക്ക് ഡൽഹിയിൽ വന്ന് 2 പ്രാവശ്യം മോദിയെ കണ്ടിരുന്നെങ്കിൽ പ്രശ്നം സോൾവ് ആയത്. ഇദ്ദേഹം ഈ ഉക്രൈനിയൻ യുദ്ധത്തിന് ആയുധവും പൈസയും കൊടുക്കുന്ന ട്രംപിനെ തന്നെ പോയി വീണ്ടും വീണ്ടും കാണുകയാണ് യുദ്ധം നിർത്താൻ. ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാൽ പുടിൻ യുദ്ധം നിർത്തത്തില്ല. പുടിൻ യുദ്ധം നിർത്തണമെങ്കിൽ പുടിനും കൂടെ വിശ്വാസമുള്ള ഒരാൾ വേണം. ഇപ്പം മൈ ഫ്രണ്ട് എന്ന് 2 പേരെയും ഒരുപോലെ വിളിക്കാൻ പറ്റുന്ന ഒരാൾ നരേന്ദ്രമോദിയാണെന്ന് ലോകത്തെല്ലാവരും സമ്മതിക്കും. സെലൻസ്കി തന്നെ പറഞ്ഞു, ഈ യുദ്ധത്തിന് ഒരു അറുതി വരുത്താൻ ഇന്ത്യ വിചാരിച്ചാൽ നടക്കുമെന്ന്. ശരിക്കും ഈ വരുന്ന ഡിസംബർ സമ്മിറ്റിൽ സെലൻസ്കി ശ്രമിക്കുകയാണെങ്കിൽ ഇതൊരു വിഷയമായിട്ട് എടുക്കുകയും ഇന്ത്യ പറയുന്ന ഒരു അമേരിക്ക സമ്മതിച്ചില്ലെങ്കിലും യൂറോപ്പിലെ മറ്റ് ഒത്തിരി രാജ്യങ്ങൾ ഇന്ത്യ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത നോബൽ പ്രൈസിന് ഇന്ത്യക്കാർ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ
സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് നേടാൻ ചിലപ്പോൾ ഇന്ത്യയിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതൊരു വലിയ ഒരു സംഭവമാണ്. കാരണം അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെയും അതായത് ഈ പലപ്പോഴും ഈ ടെമ്പററി ആയിട്ടുള്ള യുദ്ധവിരാമമല്ലല്ലോ ആവശ്യം, അർത്ഥവിരാമമല്ലല്ലോ യുദ്ധത്തിന് ആവശ്യം. അതെ, ഇവിടെ നമുക്കറിയാം ഈ ട്രംപ് നടത്തിയ ഈ ഒരു കുൽസിത പ്രവൃത്തിയാണ്. കാരണം പെട്ടെന്ന് ഒരു 20 ദിന സമാധാന കരാറുണ്ടാക്കുന്നു, അതിൽ ചെന്ന് ഒപ്പിടാനുള്ളൊരു അന്ത്യശാസനം കൊടുത്തിട്ട് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഒപ്പിടണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം വെള്ളിയാഴ്ച ഈ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ എന്തായാലും അത് കിട്ടാനേ പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. എങ്കിൽ കൂടിയും കാരണം ഇതിന്റെ രജിസ്ട്രേഷൻ സമയം എന്ന് ഫെബ്രുവരിയിൽ അവസാനിച്ചതാണ്. നോബൽ സമ്മാനത്തിന്റെ രജിസ്ട്രേഷൻ അമേരിക്ക പൂട്ടിക്കെട്ടലിന്റെ ഒരു അവസ്ഥയിലാണ്. അതാണ് ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട്, ഈ ട്രംപിന്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് ഇനി ഇയാൾ ഒരിക്കലും ഈ പറയുന്ന ഹമാസ് യുദ്ധം ചെയ്താൽ എനിക്കെന്താ, ഇസ്രായേൽ എനിക്ക് യുദ്ധം ചെയ്താൽ എനിക്കെന്താ രീതിയിലേക്ക് എത്തില്ലേ. കാരണം അയാൾ ആഗ്രഹിച്ചിരുന്ന ഈ പറഞ്ഞ പോലെ ഒരു നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക പരിപാടിയായിരുന്നു ഈ യുദ്ധത്തിനുള്ള ഈ സമാധാന കരാർ എന്ന് പറയുന്നത്. ഇനി എന്തായിരുന്നില്ല എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പ്രതീക്ഷ ഇത് നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു ആർക്കായിരിക്കും. 5 മണിക്ക് ഇന്ത്യൻ സമയം 5 മണിക്ക് പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നേരത്തെ പ്രഖ്യാപിച്ചു. അത് ചിലപ്പം ടൈമിങ്ങിൻ്റെ വ്യത്യാസമായിരിക്കാം നമ്മൾ ഇന്ത്യൻ സമയം അവരുടെ സമയമായിട്ടുള്ള. എന്തായാലും ട്രംപിന് കൊടുത്തിരുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ലോകത്തിന് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം, നോബൽ പ്രൈസിനെ പറ്റി തെറ്റായിട്ടുള്ള ഒരു സന്ദേശം നൽകുമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും വളരെ അർഹയായ ഒരു സ്ത്രീക്കാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അവർ ഇത് വെനിസ്വേലയിൽ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പച്ച സിഗ്നലായിട്ട് നമുക്ക് താങ്കൾ പറഞ്ഞ പോലെ അവിടുത്തെ വെനിസ്വേല രാജ്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള വളരെ പ്രതിപക്ഷ മനോഭാവത്തോടു കൂടിയുള്ള അവരുടെ ഒരു നല്ല യാത്രയാണ്. അതെ, ചിലപ്പോൾ ഈ മെറീന കൊറിനോ മച്ചാഡോയുടെ ആ ഒരു യാത്ര എന്ന് പറയപ്പെടുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു പുതിയ യുഗത്തിലേക്ക് എത്തുവാൻ, പുതിയ സമാധാന പുലരിയിലേക്ക് എത്തുവാൻ, ഇന്ത്യക്ക് ഗാന്ധിയെ പോലെ ആഫ്രിക്കയ്ക്ക് മണ്ടയിലെ പോലെ ലോക ശ്രദ്ധയിലോട്ട് അവരെ കൊണ്ടുവരാൻ ഈ പുരസ്കാരം തീർച്ചയായിട്ടും സഹായിക്കുന്നുള്ള കാര്യം സംശയമില്ല. അത് താങ്കൾ പറഞ്ഞില്ല, അർഹയായ ആൾക്ക് തന്നെയാണ് അത് കിട്ടിയത്. അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത്. അതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ് താങ്കൾ പറഞ്ഞു വെച്ച ഇന്ത്യയിൽ നിന്നുള്ളൊരു നോമിനി അടുത്ത വർഷം ഉണ്ടാവുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചിലപ്പോൾ നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വ്യക്തിയിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യം. മോദി തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിൽ തന്നെ ആരെങ്കിലും ആകാം, യോഗ്യതയുള്ള പലരും ഉണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരുണ്ടായിരിക്കാം. അതൊക്കെ നടക്കുമോ നടക്കില്ല എന്നുള്ളതല്ല, ഈ പറഞ്ഞ ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ഉറ്റുനോക്കുന്ന ഇന്ത്യയിലോട്ടാണെന്നുള്ളതിന് നമുക്ക് സംശയമൊന്നുമില്ല. അതെ, അല്ല ഈ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമ്മൾ അറിയാലോ, അമേരിക്ക തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. ഒന്നാമത്തെ ലോകശക്തി എന്ന് പറഞ്ഞ് നിൽക്കുന്നത് താമസിയാതെ ആ ലോകശക്തി അതൊക്കെ ഇടിഞ്ഞു വീഴുന്ന കാഴ്ച ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉള്ളത് റഷ്യയും, മൂന്നാമത് ഇന്ത്യയാണ്. ജർമ്മനിയെ തള്ളി കഴിഞ്ഞാൽ അടുത്ത ഇന്ത്യയാണ്. റഷ്യയും ചൈനയും ഇന്ത്യയും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അത് റഷ്യയും ചൈനയും ഇന്ത്യ ആൾറെഡി നമ്മളൊരു കൂട്ടുകെട്ടിലാണ്, ബ്രിക്സ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകെട്ടിലാണ്. അമേരിക്ക തകരേണ്ട കാര്യം മാത്രമല്ല, പിന്നീട് അത് വീണ്ടും ഒരു യൂണിപോളാർ സിസ്റ്റത്തിലോട്ട് മാറുകയും അതിനകത്ത് ഇന്ത്യ ഒരു നിർണായക ശക്തിയായിട്ട് മാറുകയും ചെയ്യും. അതെ, അങ്ങനെ വരുമ്പോഴാണ് ഈ സമാധാനത്തിനുള്ള, ഞാൻ പറഞ്ഞില്ലേ, അതൊരു വലിയ കാര്യമല്ലേ. ലോകത്തിൽ ഒരു സമാധാനം ഉണ്ടാകും. ഇപ്പൊ രാജ്യത്തിലല്ല, റഷ്യയില് അല്ലെങ്കിൽ ഉക്രൈനിൽ മാത്രമല്ല സമാധാനം ഉണ്ടാവേണ്ടത്, ലോകത്തിന് മുഴുവൻ സമാധാനം. നമ്മൾ ഈ പറഞ്ഞ കാര്യം വളരെ നിസ്സാരമല്ല. ലോകത്ത് 80ഓളം രാജ്യങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളുള്ള ഒരു ശക്തിയാണ് അമേരിക്ക. അതെ, അപ്പോൾ അവര് ഈ രാജ്യങ്ങളുടെ എല്ലാം സെക്യൂരിറ്റിയുടെ കൊട്ടേഷൻ എടുത്തിട്ട് നടത്തുന്ന ഒരു രാജ്യമാണ്. അവരുടെ ചെലവുകൾ നടത്തുന്ന ഈ രാജ്യത്തിന് നമ്മൾ പണ്ട് പറയാമെന്നല്ലോ, രാജാവ് സാമന്തന്മാരിൽ നിന്ന് കപ്പം പിരിക്കുന്നു, ഇവരെ നിന്നൊക്കെ കപ്പമായിട്ട് പിടിക്കുന്നത്. കാര്യം ജപ്പാൻ ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്ര ആയുധങ്ങൾ നിങ്ങൾ വാങ്ങിച്ചോളണം, സാമന്ത രാജ്യമാണ്. സൗദിക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയും F-35 നിങ്ങൾ വാങ്ങിച്ചോളണം. അത് പ്രസിഡന്റിന്റെ ഓർഡറാണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പം ഈ രാജാവ് പണ്ട് ബലം പ്രയോഗിച്ച് കപ്പം പിരിച്ചിരുന്ന പോലെ ഇദ്ദേഹം ഈ 80ഓളം രാജ്യങ്ങളിൽ നിന്ന് പിരിക്കുന്ന കപ്പവും കൊള്ള മുതലും കൊണ്ടാണ് അമേരിക്ക ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുന്നത്. ഇപ്പോൾ അവർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത ലോകത്തെ വലിയ ശക്തിയായിട്ട് അവർ മാറിക്കഴിഞ്ഞു. അപ്പോൾ അത് അമേരിക്കയുടെ എന്തോ നരേന്ദ്രമോദിയായിട്ട് കൊമ്പ് കൊടുക്കുന്നവർക്കൊക്കെ പിന്നീട് ഉണ്ടാവുന്നത് വലിയ ദുരന്തങ്ങളാണ്. ട്രംപ് ഒരു ദുരന്തമായിട്ട് മാറാതിരിക്കട്ടെ. എപ്പോഴും ഈ പറഞ്ഞ നരേന്ദ്രമോദിയുടെ വലിയ സുഹൃത്തുമാണ്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ മാലി പ്രസിഡന്റ് നരേന്ദ്രമോദിയായിട്ട് ഒന്ന് ഇടഞ്ഞ അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദിയായിട്ട് നമ്മുടെ കനേഡിയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് ഒന്ന് ഇടഞ്ഞു. പിന്നെ പുള്ളിക്കാരനെ പറ്റിയിട്ട് ഇപ്പോൾ കേൾക്കാനില്ല, ഇടഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ, പിന്നീടൊന്നും കേൾക്കാനില്ല. അതുപോലെ ട്രംപും നരേന്ദ്രമോദിയായിട്ട് ഇടഞ്ഞ്. എന്നാൽ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും കൂട്ടിയതിന് ശേഷം, താരിഫ് ഇത്രയും കൂട്ടിയത് തൊട്ട് ഇന്ന് വരെ 2 മാസത്തോളമായി നരേന്ദ്രമോദി താരിഫിനെ പറ്റിയിട്ട് ഒന്നുമേ പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ഒരാളെ ചീത്ത പറയുന്നതിനേക്കാളും വളരെ പെയിൻഫുള്ളാണ് അയാളെ അവഗണിക്കുക എന്നുള്ളത്. ട്രംപിനെ പോലുള്ള ഒരാൾ ഇത്രയും പറഞ്ഞിട്ടും
മോദി അവഗണിക്കുകയാണ് ചെയ്തത്. അത് നമ്മുടെ വിഷയമല്ല. അയാൾ വേണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഞാൻ വാഴ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വാഴക്കായ നേന്ത്രക്കായ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ കടയിൽ എടുത്തില്ലെങ്കിൽ അടുത്ത കടയിൽ വിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ മോദിയുടെ ചിന്ത അതാണ്. അങ്ങേര് ബേസിക്കലി ബനിയാണ്. ബനി എന്ന് പറയുന്ന ഗുജറാത്തികൾ അറിയാമല്ലോ, കച്ചവടക്കാരാണ്. ഇയാളെടുത്തില്ലെങ്കിൽ ലാഭം അല്പം കുറഞ്ഞാലും ഞങ്ങൾ വേറൊരാൾക്ക് കൊടുക്കും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും കണ്ട് പേടിപ്പിക്കാനൊന്നും ട്രംപ് വരണ്ട. ഇപ്പൊ ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ ഒരു കൂട്ടക്കരച്ചിലായിരിക്കും. നമുക്ക് ആശംസകൾ. നോബൽ സമ്മാനം കിട്ടിയില്ലെങ്കിൽ നമുക്കറിയാലോ, ബൈഡനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന വിഷയങ്ങളിൽ അന്ന് ബൈഡൻ അധികാരം ഏറ്റെടുക്കുന്ന ദിവസം കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി അതുപോലെ ഈ നോബൽ സമ്മാനം ലഭിച്ചില്ല, നോർവേക്കെതിരായിട്ട് ആക്രമണം വല്ലതും നടത്തുമോ, ഫൈറ്റർ വല്ലതും അയക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഭ്രാന്തനാണ്. എന്തായാലും ട്രംപ് ദുഃഖിതനാണ്. പക്ഷെ എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പൊ ഈ നോബൽ സമ്മാനം എന്നുള്ളതിന്റെ പ്രത്യേകത, അത് അത്രയും പ്രത്യേകത ഉള്ള ഒരു സമ്മാനമാണ്. അത് കൊടുക്കാതെ അർഹതപ്പെട്ട ഒരാൾക്ക് തന്നെ കൊടുത്തത് ഏറ്റവും വലിയ നല്ല. വൈറ്റ് ഹൗസിലെ കൂട്ടക്കരച്ചിലായിട്ട് നമുക്ക് കാത്തിരിക്കാം. അതെ.